ഓരോ ദിവസം ചെല്ലുന്നു എന്നെ കൊണ്ട് ഇനി പറ്റൂല. എന്ത് പറഞ്ഞാണ് എൻ്റെ അമ്മ കരയണത്? ഞാൻ ഓടിയെത്തിയപ്പോഴത്തേക്കും കുഴഞ്ഞ തറയെ കിടക്കും. അസ്സലാമലൈക്കും. എൻ്റെ പേര് സീനത്ത്. എൻ്റെ മകൻ്റെ പേര് ഷിബിമോൻ. അവന് 3 വർഷം കൊണ്ട് ചികിത്സയിലാണ്. ഇപ്പോൾ ഡോക്ടേഴ്സ് പറയണത് അവന് ഹാർട്ട് മാറ്റി വെച്ചേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഞങ്ങളെ കൊണ്ട് ഒരു നിവൃത്തിയുമില്ല. അവന് അസുഖമാണെന്നറിഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യ പോലും അവനെ ഉപേക്ഷിച്ച് പോയി. കോമ സ്റ്റേജിൽ 2 മാസം ഹോസ്പിറ്റലിലായിരുന്നു. വേറെ ആരുമില്ല ഞങ്ങളെ സഹായിക്കാനായിട്ട്. ഞങ്ങളുണ്ടായിരുന്ന സ്ഥലവും വീടും ബാങ്ക് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞങ്ങളൊരു ബന്ധുവിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഓരോ ദിവസം ചെല്ലുന്നു എന്നെ കൊണ്ട് ഇനി പറ്റൂല. എന്ത് പറഞ്ഞാണ് എൻ്റെ അമ്മ കരയണത്? എന്നെ കൊണ്ടിനി പിടിച്ച് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്നെ കൊണ്ട് എന്തിനും പറ്റാത്ത ഒരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾ എന്നെ എല്ലാവരും സഹായിച്ച് എൻ്റെ കുട്ടിയെ ജീവൻ രക്ഷിക്കാനായിട്ട് എല്ലാവർക്കും നല്ല മനസ്സ് തോന്നണേ. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും എൻ്റെ കുട്ടിക്ക് വേണം. യാതൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ കൈ നീട്ടുന്നത്. എൻ്റെ മകൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി സഹായിക്കണം. പ്രിയപ്പെട്ട ഷിബി ബാദുഷ ഹാർട്ട് മാറ്റിവെക്കാൻ ഉള്ള തയ്യാറെടുപ്പിലാണ്. 28 വയസ്സ് മാത്രം പ്രായം ആണ് അദ്ദേഹത്തിനുള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഓരോരുത്തരും ഇത് ഹാർട്ട് മാറ്റിവെക്കുക എന്ന് പറയുമ്പോൾ ചെറിയ തുകയല്ല, വലിയ തുക ചെലവഴിക്കേണ്ടതായിട്ടുണ്ട്. ആ വലിയ തുക ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ ഈ കുടുംബത്തിന് താങ്ങാൻ കഴിയാത്ത ഒന്നാണ് എന്ന് എല്ലാവർക്കും അറിയാം. എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങളുടെ സഹായങ്ങളും അനുഗ്രഹങ്ങളും അതേപോലെ തന്നെ പ്രാർത്ഥനകളും തമ്പുരാൻ്റെ മുമ്പിൽ ഉണ്ടാകണം എന്ന് ഞാൻ പ്രത്യേകമായി നിങ്ങൾ ഏവരോടും അഭ്യർത്ഥിക്കുന്നു. MP എന്നുള്ള നിലയിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ തീർച്ചയായും ഈ ചെറുപ്പക്കാരന് വേണ്ടി നിറവേറ്റിയിരിക്കും എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഞാൻ CA മൂസ മൗലവി, മൂവാറ്റുപുഴ, സെക്രട്ടറി, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ. വെഞ്ഞാറമൂട് സ്വദേശിയായ ഷിബുമോൻ 38 വയസ്സ് ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാവുകയാണ്. അദ്ദേഹം ഏകദേശം ഒരു 25 ലക്ഷം രൂപയുടെ കൂടി കുറവുണ്ട്. എല്ലാ ഉദാര മനസ്കരായ സഹോദരന്മാരും സഹോദരിമാരും ഈ കാര്യത്തിൽ ആത്മാർത്ഥമായി സഹായിക്കണം, സഹകരിക്കണം. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള വലിയ ഈ പ്രവർത്തനത്തിൽ എല്ലാവരും ഈ കാര്യത്തിൽ കൈകോർത്ത് ആത്മാർത്ഥമായി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.